UDF-ന്റെ ആശയങ്ങൾക്ക് കേരളത്തിലെ ജനം നൽകിയ ഗംഭീരമായ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. BJP-യുടെ രാഷ്ട്രീയവും ഇടതുപക്ഷ BJP കൂട്ടുകെട്ടും ഈ പാലക്കാട് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു വിജയം? ഈ തെരഞ്ഞെടുപ്പ് CPM-ന്റെയും BJP-യുടെയും ഒന്നിച്ചിട്ടുള്ള ആ കൂട്ടുകെട്ടിന് എതിരായിട്ടുള്ള പാലക്കാട് നിയോജകമണ്ഡലം ജനങ്ങൾ ചെയ്തിട്ടുള്ള വിധിയാണിത്. അതോടൊപ്പം തന്നെ UDF-ഉം കോൺഗ്രസും മാസങ്ങളോളം ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. വോട്ട് ചേർത്തൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം വോട്ട് ചേർത്തത് UDF-ആണ്. അതിനും ഉള്ള വിജയം കൂടിയാണ് ഈ വിജയം. ഒരു സംശയം വേണ്ട, 15-ലേറെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ആ 15-ഏറെ കടന്നു, 15 പ്രതീക്ഷിച്ചത് 15-ഏറെ കടന്നു. അതിന് വോട്ട് ചെയ്തിട്ടുള്ള ഇവിടുത്തെ ഐക്യജനാധിപത്യ മുൻപോട്ട് നല്ല വോട്ടർമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി പറയും. ഇത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ അന്ത്യമാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ എന്ന് പറയുന്ന കള്ളപ്പണക്കാരെ നയിച്ച തെരഞ്ഞെടുപ്പാണ്. മുനിസിപ്പാലിറ്റി പോലും കള്ളപ്പണക്കാരെ ആട്ടിയോടിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ മുന്നേറ്റം. BJP-യുടെ ശവക്കുഴി ഈ പാലക്കാട് തോണ്ടിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ വിജയം, ഞങ്ങളുടെ വിജയം. നമ്മോടൊപ്പം ചേരുകയാണ്. BJP പറയുന്നത് സന്ദീപ് വാര്യർ എഫക്ട് ഇല്ല എന്നാണ് BJP പറയുന്നത്. അത് എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇത് സന്ദീപ് വാര്യർ എഫക്ട് അല്ല, ഇത് കൃഷ്ണകുമാർ അഡ്വേഴ്സ് എഫക്ട് ആണ്. പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഒരേ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോ എഫക്ട് ഉണ്ടാവുമല്ലോ, അഡ്വേഴ്സ് എഫക്ട് ഉണ്ടായി. അത് കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള തരംഗമായി മാറി. എന്റെ കഴിവെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ അവര് പറഞ്ഞതുപോലെ സാധാരണക്കാരനായിട്ടൊരു പ്രാദേശിക നേതാവാണ് ഞാൻ. ഹെലികോപ്റ്റർ നേതാവല്ല. മഞ്ചേശ്വരത്ത് പറഞ്ഞാൽ കോന്നിൽ പറയുന്ന ഹെലികോപ്റ്റർ നേതാവല്ല. അത് പാലക്കാട്ടെ എന്നെ സ്നേഹിക്കുന്ന ഈ ജനങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞ BJP-ക്കെതിരായി പാലക്കാട്ടെ, കേരളത്തിലെയും പാലക്കാട്ടെയും CPM BJP അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിനെതിരായി BJP പ്രവർത്തകർക്കിടയിൽ അടക്കം വലിയ വിരോധമുണ്ടായിരുന്നു എന്നാണ് BJP കോട്ടകൾക്കകത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ വോട്ട് തെളിയിക്കുന്നത്. BJP ആത്മപരിശോധന നടത്തുമെന്നാണ് പറയുന്നത്. ആത്മപരിശോധന നടത്താൻ തലച്ചോറിൽ വല്ലതും വേണം. അവരെന്ത് ആത്മപരിശോധന നടത്താൻ? അവർ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റിട്ട് BJP-യുടെ സംസ്ഥാന നേതൃത്വം അക്കൗണ്ടബിൾ ആയിട്ടുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് തോറ്റാലും അവർ അക്കൗണ്ടബിൾ അല്ല. സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഉള്ളേരിയിലെ വീട്ടിൽ പോയി ഒളിച്ചിരിക്കും. അതിലപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. എങ്ങനെ പ്രതീക്ഷിച്ചിരുന്നതാണോ? അത് ഇത്രയും വലിയ ഒരു 15,000-ന് മേളിൽ 20,000 താഴെയുള്ള ഒരു ഭൂരിപക്ഷം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നോ? പാലക്കാട്ടെ ജനങ്ങളോട് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞങ്ങൾ അവരുടെ മുമ്പിൽ നമ്രശിരസ്കരായി നിൽക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് നല്ല വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ചിലപ്പോഴെങ്കിലും ഞങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് 12,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ജനങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. പക്ഷേ ഇവിടെ വർഗീയ ശക്തികളെയും അതുപോലെ തന്നെ പിന്തിരിപ്പന്മാരെയും വ്യാജ പ്രചരണം നടത്തിയവരെയും ഒക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് ഈ വിജയം ഉണ്ടായിരിക്കുന്നത്. വ്യാജ പ്രചരണത്തിന് ജനങ്ങൾ നൽകിയ മറുപടി അത് ഗംഭീരമായിട്ടുണ്ട്. ഇന്ന് ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ, ഞങ്ങളൊന്ന് അറമാദിക്കട്ടെ. ഈ പി സരിൻ പുറത്തുപോയത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചോ? ഇല്ലല്ലോ. അത് പി സരിനാണ് പറയേണ്ടത്. പി സരിനെ സംബന്ധിച്ച് എത്രാം സ്ഥാനത്താണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നത് 70,000 വോട്ട് ലഭിക്കുമെന്നും അദ്ദേഹം ജയിക്കുമെന്നുമാണ്. ജനങ്ങൾ വിഡ്ഢികളല്ല. സരിൻ വിഡ്ഢിയായാൽ പോലും ജനങ്ങൾ വിഡ്ഢികളാകില്ല. നമ്മളൊക്കെ രാഷ്ട്രീയമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് സത്യസന്ധത ഉണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം, നിലപാടുണ്ടാകണം. അതൊക്കെ ഇല്ലാതെ വന്നാൽ ഇതിനപ്പുറവും സംഭവിക്കും. ഇത് സരിനായാലും കൃഷ്ണകുമാറായാലും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈ UDF-ന് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. ഇത്ര വലിയൊരു മുന്നേറ്റം ഈ നഗരമേഖലയിൽ പ്രതീക്ഷിച്ചോ? എന്തെല്ലാം അപവാദങ്ങളെയാണ് ഞങ്ങൾ നേരിട്ടത്. സ്ഥാനാർത്ഥി നിർണ്ണയം മുതൽ, എതിർ സ്ഥാനാർത്ഥി വന്നപ്പോൾ മുതൽ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് ചാടി പോവുക, അയാളെ LDF-ന്റെ സ്ഥാനാർത്ഥിയാക്കുക, ഇപ്പുറത്തേക്ക് ട്രോളി വിവാദം ഉണ്ടാക്കുക, പല രീതിയിലുള്ള അപവാദങ്ങൾ കൊണ്ടുവന്നിട്ടും അതിനെല്ലാം അതിജീവിച്ചില്ലേ? അതാണ് UDF ഒറ്റക്കെട്ടായാണ് പറഞ്ഞത്. UDF-ൽ പടലപ്പിടക്കമുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, ഇടതുപക്ഷവും BJP-യുമാണ്. അവർക്കെല്ലാം നൽകിയ ഏറ്റവും നല്ല മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. അഭിനവ്, രണ്ടു വാക്ക് വിജയം എങ്ങനെ കാണുന്നു? ഇത് വലിയ വിജയമല്ലേ? ഇത് കേരളത്തിന്റെ മതേതര മനസ്സിന്റെ വിജയമാണ്. പാലക്കാട് ഒരു വർഗീയ ശക്തികൾക്കും വെച്ചു കൊടുക്കില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ്. വലിയ വിജയമാണ് ഇത്. UDF-ന്റെ വിജയമാണ്, മതേതര മനസ്സിന്റെ വിജയമാണ്.